ഒരുപാട് വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകിയ കൊല്ലത്തിന്റെ മണ്ണിലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ചെങ്കൊടി ചുവപ്പുള്ള ഗ്രാമങ്ങൾ ഇന്നും കൊല്ലത്തുണ്ട്. കടയ്ക്കലിന്റെ കഥ കാണാം. 1938 കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന ഗ്രാമത്തിൽ നടന്ന മഹാസമരമാണ് കടയ്ക്കൽ വിപ്ലവം. അപ്പൂപ്പ, ഈ കടയ്ക്കൽ വിപ്ലവം എന്താണ്? നമ്മുടെ പഴയ രാജ്യത്തിൻ്റെ പേര് തിരുവിതാംകൂർ എന്നാണ്. അത് നാട്ടുരാജ്യമാണ്. നാട്ടുരാജ്യത്ത് നടന്ന ഒരു വലിയ പ്രക്ഷോഭമാണ്, ഒരു സമരമാണ് ഈ കടയ്ക്കൽ വിപ്ലവം ആയി മാറിയത്. അപ്പം നമ്മുടെ കടയ്ക്കൽ സ്ഥിതി ചെയ്യുന്നത് കുമ്മിൾ പകുതി എന്ന് പറയുന്ന പകുതിയിലാണ്. കുമ്മിൾ പകുതിയിലെ ഒരു മുറിയാണ് കടയ്ക്കൽ. ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരു വലിയ ചന്ത ഉണ്ടായിരുന്നു. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ചന്തയെ കൊണ്ടുപോകും. ചന്തയെ കൊണ്ടുവച്ച് വിൽപ്പന നടത്തണമെങ്കിൽ ചന്ത കരം കൊടുക്കണം. അതിപ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കരം ഒരു സാധനത്തിന് 1 രൂപയാണെങ്കിൽ ചന്ത പിടിച്ചിരിക്കുന്ന ആൾ അത് 5 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനങ്ങളെല്ലാം ഈ ചന്തപ്പിരിവ് കൊണ്ടങ്ങ് അങ്ങ് വശം കെട്ടി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിനെ എതിർത്തുകൊണ്ട് ഈ നാട്ടുകാർ, കൃഷിക്കാർ വലിയൊരു പ്രക്ഷോഭം ആരംഭിച്ചു. ആരാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്? അത് നേതൃത്വം കൊടുത്തത് നിരവധി പേരുണ്ടായിരുന്നെങ്കിലും 2-3 പേരുകൾ അതിൽ പ്രധാനമായിട്ടുണ്ട്. അതിൽ ഒരു പേര് ഏറ്റവും പ്രധാനമാണ്. അത് ഫ്രാങ്കോ രാഘവൻപിള്ള എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പേര് പുതിയ വീട്ടിൽ രാഘവൻപിള്ള എന്നായിരുന്നു. അദ്ദേഹം പിന്നീട് രാജാവായി ഒക്കെ തീരുമൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്നു ഒരു ചന്ദ്രൻ കാളിയമ്പി, ശങ്കരപ്പിള്ള, പിന്നെ ബീഡി വേലു. ഈ ബീഡി വേലു എന്ന് പറയുന്ന അദ്ദേഹം ബീഡി കുടിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിൽ ബീഡി തീർപ്പായിരുന്നു. അദ്ദേഹമാണ് നമ്മളെ ഈ കടയ്ക്കൽ സമരം നയിച്ചു കൊണ്ടുപോയതും അതിനുവേണ്ടുന്ന എല്ലാ മാർഗദർശനം കൊടുത്തതും ഈ ബീഡി വേലു എന്ന് പറയുന്ന ആളാണ്. എന്നിട്ട് സമരം എന്തായി? 38 സെപ്റ്റംബർ 29-ാം തീയതി കടയ്ക്കൽ ഒരു വലിയൊരു ഒരു പ്രകടനവും ജാഥയും ഒക്കെ നടന്നു. പോലീസുകാരെ ആളുകൾ അടിച്ചങ്ങ് ഒതുക്കി. അതൊരു വലിയ സംഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഈ സമരക്കാർ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് പോലീസ് സ്റ്റേഷൻ എറിഞ്ഞങ്ങ് പൊളിച്ചു. ചോലമരങ്ങൾ മുറിച്ചിട്ട് ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. എന്നിട്ട് ഒരു പ്രഖ്യാപനം നൽകി. കുമ്മിൾ പകുതി ഞങ്ങൾ പിടിച്ചടക്കിയിരിക്കുന്നു. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ രാജാവായി രാഘവൻപിള്ളയെ നിയോഗിക്കുന്നു. തിരുവിതാംകൂർ രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അവരെല്ലാം അടിച്ചോടിച്ചു. അങ്ങനെ 9 ദിവസം ഇവിടെ ഈ രാഘവൻപിള്ളയും മറ്റ് ആളുകളും കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ ഭരിച്ചു. രാജാവൊക്കെ വന്നിട്ട് പിന്നീട് എന്തായി? അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പട്ടാളം, കുതിരപ്പട്ടാളം ഒക്കെ ഉൾപ്പെടെ പട്ടാളവും പോലീസും കൂടെ ഇവിടെ വന്നു ഈ സമരത്തിനെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് അവരെയൊക്കെ ജയിലിൽ ഇട്ടു. പിടികിട്ടിയവരെല്ലാം ജയിലിലിട്ടു. അവരുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടി. അവരുടെയൊക്കെ വീടുകൾ തീ വെച്ച് നശിപ്പിച്ചു, മർദ്ദിച്ച് അവശരാക്കി. ജയിലിൽ വെച്ച് തന്നെ 2-5 പേരെ മർദ്ദിച്ച് കൊന്നു. കർഷക പ്രക്ഷോഭം കടയ്ക്കലിൽ മാത്രം ഒതുങ്ങിയില്ല. കൊല്ലത്തിന്റെ മണ്ണിൽ പിന്നെയും സമരങ്ങൾ നടന്നു. പല രാഷ്ട്രീയ പാർട്ടികളും ആ കർഷക പ്രക്ഷോഭങ്ങളിലൂടെ ഉദയം ചെയ്തു. CPM-ന്റെ കൊല്ലത്തെ വലിയ വളർച്ചയ്ക്ക് കാരണമായതും ആ തൊഴിലാളികളുടെ പോരാട്ട വീര്യമാണ്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.